ഏറ്റവും സ്വാധീനമുള്ള മാധ്യമ സ്ഥാപനങ്ങളിലൊന്നായ വാഷിംഗ്ടൺ പോസ്റ്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. സാമ്പത്തിക തകർച്ചയും വരിക്കാരുടെ എണ്ണത്തിലുണ്ടായ ഇടിവും പരിഹരിക്കാനെന്ന പേരിൽ സ്ഥാപനത്തിലെ ആകെ ജീവനക്കാരുടെ 1/3 പേരെയാണ് ഫെബ്രുവരി 4-ന് ഒരേ സമയം പിരിച്ചുവിട്ടത്. ഏകദേശം 300ഓളം മാധ്യമപ്രവർത്തകർക്കും എഡിറ്റർമാർക്കും ഇതോടെ ജോലി നഷ്ടമായി. മാധ്യമരംഗത്തെ അതികായനായ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള പത്രത്തിന്റെ ഈ നീക്കം ആഗോള മാധ്യമ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രശസ്ത കോളമിസ്റ്റും കോൺഗ്രസ് MP ശശി തരൂരിന്റെ മകനുമായ ഇഷാൻ തരൂർ പിരിച്ചുവിടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നത് മലയാളികൾക്കും ഈ വാർത്തയെ ശ്രദ്ധേയമാക്കുന്നു. കഴിഞ്ഞ 12 വർഷമായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അന്താരാഷ്ട്ര വാർത്താ വിഭാഗത്തിൽ നിർണായക സാന്നിധ്യമായിരുന്ന ഇഷാൻ വേൾഡ് വ്യൂ എന്ന തന്റെ ജനപ്രിയ കോളത്തിലൂടെ ആഗോള രാഷ്ട്രീയത്തെ ലളിതമായി വിശകലനം ചെയ്തിരുന്ന വ്യക്തിയാണ്. ജോലി നഷ്ടപ്പെട്ട വിവരം അദ്ദേഹം തന്നെയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചത്. ലോകത്തെ മികച്ച മാധ്യമ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്നും ഇത്രയും കാലം കൂടെ നിന്ന വായനക്കാർക്ക് നന്ദി പറയുന്നതായും അദ്ദേഹം കുറിച്ചു. ഈ കൂട്ട പിരിച്ചുവിടൽ വെറുമൊരു സാമ്പത്തിക ക്രമീകരണം മാത്രമല്ല, മറിച്ച് പത്രത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. വിദേശ ബ്യൂറോകൾ പലതും പൂട്ടിയതിനൊപ്പം പതിറ്റാണ്ടുകളായി പത്രത്തിന്റെ അഭിമാനമായിരുന്ന സ്പോർട്സ് വിഭാഗവും പുസ്തക അവലോകന വിഭാഗവും പൂർണ്ണമായി നിർത്തലാക്കി. പത്രത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ മാറ്റ് മുറേ ഈ നടപടിയെ സ്ട്രാറ്റജിക് റീസെറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ മികച്ച റിപ്പോർട്ടർമാരെ ഒഴിവാക്കുന്നത് പത്രത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ യൂണിയനായ വാഷിംഗ്ടൺ പോസ്റ്റ് ഗിൽഡ് ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഇത് പത്രത്തിന്റെ വിശ്വാസ്യത തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.